ചങ്ങായീസ്, ഇത് നമുക്ക് സിമ്പിളായിട്ട് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള റൈസിൻ്റെ റെസിപ്പിയാണ് പറയുന്നത് കേട്ടോ. ഇത് ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ് ആക്കാനായിട്ട് കേട്ടോ. അതിനായിട്ട് ഞാനൊരു കടായിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് ചെറിയ പീസിലായി കട്ട് ചെയ്ത ക്യാരറ്റും അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങും ഞാൻ ചേർക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് ആദ്യം തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. കുക്കായതിനു ശേഷം ഞാനിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഞാൻ ചെറിയ പീസസായി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് വേവിച്ചിട്ടുള്ള ചിക്കൻ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് മാറ്റി വെക്കുക കേട്ടോ. അത് ഈ കടായിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ചെറിയ പീസസ് കട്ട് ചെയ്ത് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഒരു സവോള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും കുറച്ച് ഉപ്പും ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു തക്കാളി ഇതിലേക്ക് ചേർത്ത് അതും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതിലേക്ക് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും അതുപോലെ തന്നെ കുറച്ചൊരു കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പൊടികളുടെ പച്ചമണം മാറുമ്പോഴത്തേനും നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന ബസ്മതി റൈസ് ആണ് കേട്ടോ. ഇപ്പോൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉപ്പും ചേർത്ത് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ ഒരു അരമുറി നാരങ്ങ നീരും കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ സിമ്പിൾ ടേസ്റ്റി റൈസ് തയ്യാറാണ്. ഇതിന് കഴിക്കാനായിട്ട് വേറെ കറിയോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ലെങ്കിൽ പോലും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ.